കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭാരതശത്രുഘ്ന ഹനുമാൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. നമ്മൾ ഒരു മാസത്തോളം രാമായണം നിർത്തിയിട്ട് ഞാനിപ്പോൾ അത് വ്യാസൻ്റെ അധ്യാത്മരാമായണം തുടരുകയാണ്. അപ്പോൾ നമ്മൾ നിർത്തിയ ഭാഗത്തേക്ക് ഒന്ന് ഓർമ്മിപ്പിക്കാൻ തിരിച്ചു പോയിട്ട് ഞാൻ ഇന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണ് നിർത്തിയെച്ചാൽ ശ്രീരാമനായിട്ട് സഖ്യം ചെയ്യണതിന് മുമ്പേ സുഗ്രീവന് ശ്രീരാമൻ്റെ കഴിവും മഹത്വം ഒന്ന് അറിയണമെന്ന് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണിച്ചിട്ട് വെച്ചാൽ ബാലി എത്ര വലിയൊരു ആളാണ്. ബാലിയെ തോൽപ്പിക്കാമെന്ന് പറയുമ്പോൾ അതിന് കഴിവുണ്ടോയെന്ന് അറിയണമല്ലോ. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സുഗ്രീവൻ പറഞ്ഞു, എനിക്ക് ഈ ഒരു ബാണം കൊണ്ട് ഒറ്റ ബാണം ഉപയോഗിച്ചിട്ട് ഈ 7 താലവൃക്ഷങ്ങളിലും താലവൃക്ഷങ്ങളിലും ഓരോ ദ്വാരം ഉണ്ടാക്കാൻ, അതായത് ഒരൊറ്റ അമ്പുണ്ട് ഈ 7 താലവൃക്ഷങ്ങളെ തുളയ്ക്കാൻ അങ്ങക്ക് സാധിക്കും വെച്ചാൽ വട്ടത്തിൽ നിൽക്കണ 7 പനകളെന്ന് കൂട്ടിക്കോളൂ. പനകളുണ്ട് വട്ടത്തിൽ നിൽക്കണം, സെമി സർക്കിളിൽ നിൽക്കണ 7 പനകളുണ്ട്. ആ 7 പനകളെയും ഒറ്റ ബാണം കൊണ്ട് തുളച്ച്, അതായത് ആദ്യത്തെ കൂടെ പോയി 2, 3, 4, 5, 6, 7 കൂടെ പുറത്തേക്ക് വരണം. അങ്ങനെ അങ്ങക്ക് ചെയ്യാൻ സാധിക്കിച്ചാൽ എനിക്ക് അങ്ങക്ക് ബാലി വധിക്കാൻ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. അപ്പം നമുക്ക് സഖ്യം ചെയ്യാമെന്ന് അത് പറഞ്ഞപ്പോൾ വേഗം ശ്രീരാമന് ഒരു കുസലും ഇല്ലല്ലോ, ശരി പറഞ്ഞ് വില്ലെടുത്ത് കയ്യിൽ പിടിച്ച് ബാണം തൊടുത്തു. എന്നിട്ട് മഹാബലവാനായിട്ടുള്ള രാമൻ ആ 7 പനകളെയും ഒന്നായിട്ട് ഭേദിച്ചു എന്ന് മാത്രമല്ല, അത് അതിൻ്റെ അടുത്തുള്ള പർവ്വതത്തിനെയും ഭൂമിയും ഒക്കെ തുളച്ചിട്ട് തിരിച്ച് ആ അമ്പ് മടങ്ങി വന്ന രാമൻ്റെ ആവനാഴിയിൽ മുമ്പത്തെ പോലെ ഇരിക്കുകയും ചെയ്തു. അത് കണ്ടപ്പോഴുള്ള സന്തോഷവും അത്ഭുതവും കാരണം സുഗ്രീവൻ സ്തുതിച്ച് രാമനെ സ്തുതിക്കണതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അത് 5-8 ശ്ലോകം നമ്മൾ ചെയ്തു. അതിൽ നമ്മൾ 84, അതായത് അധ്യാത്മരാമായണം 1-ാം സർഗം, ഈ കിഷ്കിന്ധ കാണ്ഡത്തിൽ 1-ാം സർഗത്തിൽ നമ്മൾ 84-ാമത്തെ ശ്ലോകമാണ് ചൊല്ലി നിർത്തിയതേ. കിഷ്കിന്ധ കാണ്ഡത്തിൽ 1-ാം സർഗത്തിൽ. അപ്പോൾ പിന്നെ അത്ര സന്തോഷമായി, അത്ഭുതമായി. അപ്പോൾ സുഗ്രീവൻ ഭഗവാനെ സ്തുതിക്കുകയാണ്. അതാണ് നമ്മൾ അത് കഴിഞ്ഞിട്ടില്ല, അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവസാനം പറഞ്ഞ ശ്ലോകത്തിൽ എന്താ പറഞ്ഞാൽ വെച്ചാൽ, ഹേ രാമ, അതായത് അത്ര ബഹുമാനമായി. അപ്പോൾ രാമൻ്റെ മാഹാത്മ്യമൊക്കെ ആദ്യം കുറച്ച് ശ്ലോകങ്ങളിൽ പറഞ്ഞു. കഴിഞ്ഞ 2 ശ്ലോകങ്ങളിൽ 83, 84 എന്താ പറഞ്ഞു വെച്ചാൽ, എൻ്റെ മനസ്സ് മറ്റൊന്നിലും പ്രവേശിക്കാണ്ട് രാമനിൽ തന്നെ എപ്പോഴും ഉറച്ചിരിക്കാനുള്ള അനുഗ്രഹം വേണേ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഏതൊരുവൻ്റെ വാക്കാണ് ഒരു സെക്കൻഡെങ്കിലും രാമ രാമ എന്ന് മധുരമായിട്ട് കീർത്തിക്കാൻ ഏതൊരാൾക്കാണ് കഴിയുന്നത്, അവൻ എന്ത് വലിയ പാപം ചെയ്താൽ അതിൽ നിന്ന് മുക്തനാവും. അത്ര അങ്ങ് പരമാത്മാവ് തന്നെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പം അങ്ങയുടെ നാമം ആരാണോ ഉച്ചരിക്കണ അവർ ബ്രാഹ്മണനെ വധിച്ചുള്ള ബ്രഹ്മഹത്യാ പാപം അടക്കം ഉള്ള ഏറ്റവും വലിയ പാപമായിട്ട് അതാ പറയുക. ബ്രാഹ്മണനെ വധിച്ചാൽ, അതെ ബ്രഹ്മജ്ഞാനികളെ വധിച്ചാൽ, ആ ബ്രഹ്മഹത്യാ പാപം കൂടിയും രാമനാമം ജപിച്ചാൽ ദൂരീകരിക്കപ്പെടും എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. 84 കഴിഞ്ഞത്. അപ്പോൾ അതിലാണ് ബ്രഹ്മ സുരോപോ വാ മുച്യതേ സർവപാതകേ എന്ന് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? രാമനാമം ആര് ജപിക്കുമോ അവർക്ക് ബ്രഹ്മഹത്യാ പാപവും സുരാപാനം എന്ന് പറയുന്നുണ്ട്, അതായത് മദ്യപാനം ചെയ്ത പാപം അടക്കം എല്ലാം നശിക്കും. രാമനാമത്തിന് അത്ര ശക്തി ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞ സുഗ്രീവൻ്റെ വാക്കുകളാണ് കേട്ടോ. സന്തോഷമായിട്ട് സുഗ്രീവൻ സ്തുതിച്ച് സുഗ്രീവൻ പ്രാർത്ഥിക്കണമുണ്ട്, എന്നെ വലിയ ഭക്തനാക്കി തീർക്കണേ. അതും പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ്, ആരാണ് നാമം ജപിക്കണമെന്ന് വെച്ചാൽ അവരുടെ എല്ലാ പാപവും പോകുന്നത്. അപ്പോൾ നമുക്ക് സുഗ്രീവൻ്റെ ഇതന്നെ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഈ 85 കേട്ടോ,
ന കാംക്ഷേരിജയം രാമ ന കാംക്ഷേരിജയം രാമ ന ച ദാരസുഖാധികം ഭക്തിമേവ സദാ കാംക്ഷേ ത്വയി ബന്ധവിമോചിനീം. അതായത് വേറൊന്നും വേണ്ട എനിക്കെന്ന് അത്ര വലിയ ഭക്തനായി തീർന്നു സുഗ്രീവൻ ശ്രീരാമൻ്റെ. ഇതങ്ങോട്ട് കണ്ടപ്പോൾ അത്ര ശരിക്കൊരു ഭഗവാനല്ലാണ്ട് അത് സാധിക്കില്ലല്ലോ. ഇങ്ങനെ അന്ന് മനസ്സിലായി, പരമാത്മാവിനെ മനസ്സിലായി, അത്ര വലിയ ഭക്തനായി. എന്നിട്ട് എന്താ പറയണേ? രാമ അരിജയം ദാരസുഖാധികം ച ന കാംക്ഷേ. രാമ എനിക്ക് ശത്രുക്കളെ ജയിക്കണമെന്നോ, അതായത് ബാലിയെ ജയിക്കണമെന്നോ, അതിനാണപ്പോൾ പിന്നെ സന്ധി ചെയ്യാനൊക്കെ നോക്കണം. പക്ഷേ അതൊന്നും ഇല്ലണ്ടേ ഈ മനസ്സിൽ. അതായത് ഭഗവാനെ ഇങ്ങോട്ട് മനസ്സിലായപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ ഭാഗവത്തിൽ അത് പറയുന്നുണ്ടല്ലോ, ഭഗവാനെ മനസ്സിലായാൽ രാഗദ്വേഷങ്ങളൊക്കെ ഇല്ലാണ്ടാവും. അപ്പോൾ ഭഗവാനെ ഇങ്ങോട്ട് മനസ്സിലായപ്പോൾ ഈ സുഗ്രീവൻ്റെ ഉള്ളിലുള്ള ബാലിയോടുള്ള ദ്വേഷമൊക്കെ ഇല്ലാണ്ടായി. അതാണ് പറയണത്, എനിക്ക് രാമ ശത്രുവിനെ ജയിക്കണമെന്നോ, ഭാര്യയുടെ കൂടെ, ഭാര്യ എടുത്തുല്ലോ, അപ്പോൾ ഭാര്യയുടെ കൂടെ ഇരിക്കണം എന്നുള്ള ആ മോഹമൊന്നും എനിക്കിപ്പോൾ ഇല്ല. ബന്ധവിമോചനീം ത്വയി ഭക്തിം ഏവ സദാ കാംക്ഷേ. എല്ലാ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നതായ ഈ ശ്രീരാമനുള്ള ഭക്തി എനിക്ക് എപ്പോഴും തരണമെന്ന് മാത്രമേ എനിക്കിപ്പോൾ ആഗ്രഹമുള്ളൂ, ഉണ്ടാവണമെന്ന്. എനിക്ക് വേറൊരാഗ്രഹമില്ല. എനിക്ക് ബാല്യെ ജയിച്ച, അതായത് എൻ്റെ ശത്രുവിനെ ജയിക്കണമെന്നോ, എൻ്റെ നഷ്ടപ്പെട്ടു പോയ ഭാര്യയുടെ കൂടെ ജീവിക്കണമെന്നോ ഒന്നും എനിക്കിപ്പോൾ ഇല്ല. അതേ അങ്ങേ അറിഞ്ഞപ്പോൾ. എന്താ കാരണം വെച്ചാൽ എനിക്കിപ്പോൾ ഒന്നേ ഉള്ളൂ, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതായ അങ്ങയുടെ പാതാരബിന്ദങ്ങളിൽ എനിക്ക് ഭക്തി ഉണ്ടാവണമെന്ന് ഒറ്റ ആഗ്രഹം എനിക്കുള്ളൂ. ന കാംക്ഷേരിജയം രാമ ന ച ദാരസുഖാധികം ഭക്തിമേവ സദാ കാംക്ഷേ ത്വയി ബന്ധവിമോചിനിം. അത് മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ എന്ന് പറയണം. ഇനി 86. ത്വന്മായാകൃത സംസാരസ്ത്വദംശോഹം രഘൂത്തമ സ്വപാദഭക്തിമാദിശ്യ ത്രാഹി മം ഭവസങ്കടാത്. രഘുത്തമ, ഹേ രഘുപതേ, അഹം ഞാൻ ത്വന്മയാകൃത സംസാര ത്വദംശം, അങ്ങയുടെ മായയാൽ ഉണ്ടാക്കപ്പെട്ട സംസാരത്തോടു കൂടിയ അങ്ങയുടെ അംശമാണ്. ഞാനും അങ്ങയുടെ അംശം തന്നെയാണ് അല്ലേ ഹേ രഘുപതേ. ഞാൻ അങ്ങയുടെ മായ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഈ സംസാരത്തിൻ്റെ അങ്ങയോടുകൂടിയ, അങ്ങ് സംസാരത്തിൽ നിൽക്കണമുണ്ട്, എല്ലാ ദിക്കിലും ഉണ്ടല്ലോ, അങ്ങനെയുള്ള സംസാരത്തിൻ്റെ അംശമാണ് ഞാനും. സ്വപാദഭക്തിം ആദിശ്യ, ആ അങ്ങയുടെ പാദഭക്തിയെ ദാനം ചെയ്തിട്ട് ഓം മാം ഭവസങ്കടാത് ബ്രാഹി, എന്നെ ഈ സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷിച്ചാലും. എന്താ പറയണ? ഹേ രാമ, അങ്ങയുടെ മായയാൽ നിർമ്മിക്കപ്പെട്ട സംസാര ബന്ധത്തിൽ ഇരിക്കണം ഞാൻ. അങ്ങയുടെ അംശം തന്നെയാണ്. കാരണം നമ്മുടെ ചൈതന്യമൊക്കെ ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ അംശമാണല്ലോ. ഭഗവാൻ തീയാണെങ്കിൽ നമ്മളൊരു സ്പാർക്കാണെന്നൊക്കെ നമ്മൾ പലതിലും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഭഗവാന്റെ അംശം തന്നെ ഞാനും. അങ്ങയുടെ പാദകമലത്തിൽ ഉള്ള അനന്യഭക്തി നൽകിയിട്ട് എന്നെ അങ്ങ് ഈ സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കണേ പറയുകയാണ്. ഞാൻ അങ്ങയുടെ അംശം തന്നെ ആയതുകൊണ്ട് അങ്ങയുടെ പാദങ്ങളിൽ അനന്യഭക്തി നൽകിയിട്ട് എന്നെ ഈ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കണേ. ത്വന്മായാകൃത സംസാരസ്ത്വദംശോഹം രഘൂത്തമ സ്വപാദഭക്തിമാദിശ്യ ത്രാഹി മാം ഭവസങ്കടാത്. ഇനി 87-88. പൂർവം മിത്രായുദാസീനാസ്ത്വന്മായാവൃതചേതസ ആസന്മേദ്യ ഭവൽപാദദർശനാദേവ രാഘവ സർവം ബ്രഹ്മൈവ മേ ഭാതി ക്വമിത്രം ക്വചം മേരിഭു യാവത്വന്മായയാ ബദ്ധസ്താവദ്ഗുണവിശേഷതാക. രാഗദ്വേഷങ്ങളൊക്കെ ഇല്ലേണ്ടേ ഈ ഭഗവാനെ അറിഞ്ഞപ്പോൾ ആർക്ക്? സുഗ്രീവനെ. ത്വന്മായാവൃത ചേതസഹ മേ, അങ്ങയുടെ മായയാൽ മൂടപ്പെട്ട മനസ്സാണ് എൻ്റെ. അതായത് മായാവിമോഹിതനാണ് ഞാൻ. മായാമോഹിതനാണ് ഞാൻ. അങ്ങനത്തെ എനിക്ക്, അങ്ങയുടെ മായയാൽ മോഹിതനായിട്ടുള്ള എനിക്ക് മുമ്പേ മിത്രാരുദാസീനാഹ ആസൻ, മിത്രങ്ങൾ, ശത്രുക്കൾ എന്നുള്ള വിചാരം, ഭേദഭാവനയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു.
അതായത് അങ്ങയുടെ മായ കൊണ്ട് മൂടി, അങ്ങയുടെ മായയിൽ ഞാൻ മായയാൽ മോഹിതനായിട്ട് എനിക്ക് ഇത്ര കാലവും മിത്രാണ് ശത്രുവാണെന്നുള്ള ഭേദഭാവനയൊക്കെ ഉണ്ടായിരുന്നു. അദ്യ ഭവൽ പാദദർശനാത്, ഇപ്പം അങ്ങേ കണ്ടപ്പോൾ സർവം ബ്രഹ്മ ഏവമേ ഭാതി, എനിക്കെല്ലാം ബ്രഹ്മമായിട്ട് കാണാൻ സാധിക്കുന്നു. സർവം ബ്രഹ്മമയായി ഇപ്പോൾ, സർവം രാമമയായി ഇപ്പോൾ എനിക്ക്. അതുകൊണ്ട് കഹ മിത്രം, മിത്രം എവിടെ? മേ രിബൂച്ച ക്വഹ, എൻ്റെ ശത്രു എവിടെ? ത്വൻ മായയാ യാവത് ബദ്ധ, അങ്ങയുടെ മായയാൽ എത്ര കാലം ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ താവത് ഗുണവിശേഷ, അത്ര കാലമേ ഉള്ളൂ ഈ ഭേദഭാവന. ഇപ്പം എനിക്ക് അങ്ങയുടെ പാദദർശനം സാധിച്ചതിന് ശേഷം എനിക്കിപ്പോൾ ഭേദഭാവനയൊക്കെ ഇല്ലാണ്ടേ ആയിരിക്കുന്നു. ഇതുവരെ എനിക്ക് മായയിൽ ഞാൻ മോഹിതനായതുകൊണ്ട് എനിക്ക് ശത്രു മിത്രം എന്നുള്ള ഭേദഭാവന ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങയുടെ പാദദർശനം കാരണം എനിക്കതൊന്നും ഇല്ല. ഇപ്പോൾ ശത്രു എവിടെ, മിത്രം എവിടെ? സർവം രാമമയം, അല്ലെങ്കിൽ സർവം പരബ്രഹ്മമയം, സർവം ആത്മാവാണെന്ന്, ആ പരമാത്മാവാണെന്നുള്ള ബോധ്യമായതുകൊണ്ട് എൻ്റെ രാഗദ്വേഷാദികൾ മുഴുവൻ നശിച്ചിരിക്കുന്നു പറയുകയാണ് കേട്ടോ. പൂർവം മിത്രാര്യുദാസീനാസ്ത്വന്മായാവൃതചേതസ, മുമ്പ് അങ്ങനെയായിരുന്നു. മുമ്പ് എനിക്ക് നല്ല ഭേദഭാവന ഉണ്ടായിരുന്നു. ആസന്മേദ്യ ഭവൽപാദദർശന ദേവരാഘവ, ഇപ്പം രാഘവ അങ്ങയുടെ പാദദർശനം കൊണ്ട് അതില്ലേണ്ടി. സർവം ബ്രഹ്മൈവ മേ ഭാതി, എല്ലാം ബ്രഹ്മമായിട്ട് പ്രകാശിക്കണ പോലെ എനിക്ക് തോന്നുന്നു. ക്വമിത്രം ക്വച മേ രിപു, ശത്രു ഏത് മിത്രമേത്? യാവത്വൻ മായയാ ബദ്ധസ്താവത് ഗുണവിശേഷത, മായാബന്ധനം ഉള്ളിടത്തോളം കാലം മാത്രമേ എല്ലാവർക്കും ഈ ഭേദഭാവന ഉണ്ടാവുള്ളൂ. ഇനി അവസാനത്തെയാണ് ഈ സർഗത്തിൽ കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ കിഷ്കിന്ധാകാന്ഡം 2-ാം സർഗത്തിലേക്ക് പോവും. അപ്പം നമുക്ക് അവസാനത്തെ ശ്ലോകത്തിലത്തെ അംശാനി തേ പാദരജോ വിമിശ്രതീർത്ഥാനി ബിഭ്രത്വഹി ശത്രുകേതോ ശിരസ്ത്വദീയം ഭവ പത്മജാദ്യേർജുഷ്ടം പദം രാമനമത്വജസ്രം അഹിശത്രു കോതോ, ഹേ ഗരുഡവാഹന. അഹിശത്രു പറഞ്ഞാൽ ഗരുഡനാണ്, അഹിച്ച പാമ്പാണ്, പാമ്പിൻ്റെ ശത്രു ഗരുഡൻ. അപ്പോൾ അഹിശത്രു കോതോ പറഞ്ഞാൽ ഗരുഡവാഹന, അംഗാനി എൻ്റെ അവയവങ്ങൾ, തേ പാദരജോ വിമിശ്ര തീർത്ഥാനി അങ്ങയുടെ ഈ പാദത്തിലത്തെ ധൂളികളെ ചേർന്നിരിക്കുന്ന തീർത്ഥങ്ങളെ, ബിഭ്രതു ഭരിക്കട്ടെ, ശിരഹ ശിരസ്, ഭവപത്മജാദ്യൈ ശിവൻ ബ്രഹ്മാവ് മുതലായവരാൽ, ജുഷ്ടം ത്വതീയം, ഭവൻ ചപ്പോൾ ശിവനാണ്, പത്മജൻ ചൽ ബ്രഹ്മാവ്, ശിവനും ബ്രഹ്മാവും മുതലായവരാൽ ജുഷ്ടം ത്വതീയം പദം സേവിക്കപ്പെടുന്ന, അതായത് ബ്രഹ്മാവിനാലും ശിവനാലും പോലും സേവിക്കപ്പെടുന്ന നിന്തിരുവടിയുടെ പാദത്തെ, അതാണ് ഭവത് പത്മജാദ്യൈഹി ജുഷ്ടം ത്വതീയം പാദം, അതായത് ബ്രഹ്മാവിനാലും ശിവനാലും സേവിക്കപ്പെടുന്ന നിന്തിരുവടിയുടെ പാദത്തെ അജസ്രം നമതു, ഞാൻ എപ്പോഴും നമസ്കരിക്കട്ടെ, കൽപ്പാന്തകാലം വരെ നമസ്കരിക്കട്ടെ എന്നാണ്. അതായത് ഹേ പക്ഷീന്ദ്രവാഹന ഗരുഡവാഹന, എൻ്റെ അവയവങ്ങൾ നിന്തിരുവടിയുടെ പാദധൂളി അലിഞ്ഞു ചേർന്നിട്ടുള്ള തീർത്ഥങ്ങളെ എപ്പോഴും വഹിക്കട്ടെ. എൻ്റെ എല്ലാ അവയവങ്ങളിലും അങ്ങയുടെ പാദധൂളി ലയിച്ചിട്ടുള്ള തീർത്ഥം കൊണ്ട് എൻ്റെ എല്ലാ അവയവങ്ങളും പൂരിതമാകട്ടെ. പിന്നെയോ ഹേ രാമ, എൻ്റെ ശിരസ് ശിവനും ബ്രഹ്മാവും പോലും സേവിക്കപ്പെടുന്ന അങ്ങയുടെ പാദാരവിന്ദത്തെ നമസ്കരിക്കട്ടെ. അതായത് എൻ്റെ അംഗങ്ങളിൽ മുഴുവൻ ഭഗവത് പാദതീർത്ഥം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് മാത്രമല്ല, എൻ്റെ ശിരസ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാൽ പോലും സേവിക്കപ്പെടുന്ന ആ പാദങ്ങളെ എപ്പോഴും നമസ്കരിക്കുമാറാകട്ടെ. അങ്ങനെ പറഞ്ഞിട്ടാണ് ആര് നിർത്തണത്. പിന്നെ സുഗ്രീവൻ്റെ സ്തുതി അങ്ങനെയാണ് അവസാനിപ്പിക്കണം. അംഗാനി ദേ പാദരജോ വിമിശ്ര തീർത്ഥാനി ബിഭ്രത്വഹി ശത്രുകേതോ, അഹിശത്രുകേതോ എന്നാണ് കേട്ടോ. അഹിശത്രുകേതൻ എന്ന് പറഞ്ഞാൽ ഗരുഡവാഹനൻ. ശിരസ്ത്വദീയം ഭവ പത്മജാദ്യൈർജുഷ്ടം പദം രാമ
നമത്വജസ്രം സർവദാ ഞാൻ ആ പാദങ്ങൾ നമസ്കരിക്കുമാറാകട്ടെ. ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡേ സുഗ്രീവ സംഗമ വർണ്ണനം നാമ പ്രഥമ സ്കന്ധം. അപ്പോൾ നമ്മൾ കിഷ്കിന്ധാകാണ്ഡത്തിൽ നമ്മൾ ആദ്യത്തെ സർഗം ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ. സുഗ്രീവ സഖ്യം ആണ് ഇപ്പോൾ ഇതിൽ നമ്മൾ കണ്ടതേ. നോക്കട്ടെ കേട്ടോ, ഒരു ഇത് ഞാൻ ഇതിലത്തെയും കൂടിയും കുറച്ച് വായിക്കാമെന്ന് വെച്ചു. അതന്നെ ഈ ഭാഗം അതാണ് വളരെ എന്താണ് ഈ സുഗ്രീവൻ്റെ എനിക്ക് അത് ആ ഭാഗം തൊട്ട് ഞാൻ വായിക്കാം കേട്ടോ. അത് വളരെ ഒരു അതായത് സുഗ്രീവൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട്, അതായത് ഈ എന്താണ് ഒറ്റ ബാണം കൊണ്ട് ആ എല്ലാ ഇതും തുളച്ചപ്പോൾ ശ്രീരാമൻ്റെ കേമത്തം മുഴുവൻ മനസ്സിലായില്ലോ, മാഹാത്മ്യം. അപ്പോൾ സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവു സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനുമെനിക്കു യോഗം വന്നു ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം മോക്ഷദനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ പുത്രധാരാർത്ഥ രാജ്യാദി സമസ്തവും വ്യർത്ഥമാത്രേ തവ മായാവിരചിതം ആകയാൽ മേ മഹാദേവദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീദമേ വ്യാപ്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്ത ഭാഗ്യഫലോദയാൽ മണ്ണിനായൂഴി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതു പോലെ രഘുപതേ. കുറച്ച് മണ്ണെടുക്കാൻ വേണ്ടിയിട്ടേ അത് പറഞ്ഞല്ലോ നമ്മളെ മണ്ണെടുക്കാൻ വേണ്ടി ഭൂമി കുഴിച്ചപ്പോൾ നിധി കിട്ടിയ പോലെ എനിക്കിപ്പോൾ അങ്ങേ കണ്ടത്. ധർമ്മദാനവ്രത തീർത്ഥ തപക്രതു കർമ്മപൂർത്തേഷ്ട്യാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹു സംസാരനാശനം നിർണയം ത്വൽപാദ ഭക്തി കൊണ്ടെന്നിയേ ത്വൽപാദ പത്മാവലോകനം കേവലമിപ്പോളകപ്പെട്ടതും ത്വൽകൃപാബലം യാതൊരുത്തന്നു ചിത്തം നിന്തിരുവടി പാദാംബുജത്തിലിളകാതുറയ്ക്കുന്നു കാൽക്ഷണം പോരുമെന്നാകിലവൻ തനിക്കൊക്കെ നീങ്ങിയിടുമജ്ഞാനമനർത്ഥതം ചിത്തം ഭവാങ്കലുറയ്ക്കാകിലു മതി ഭക്തിയോടെ രാമരാമേതി സാദരം ചൊല്ലുന്നവന്നു ദുരിതങ്ങൾ വേരറ്റു നല്ലനായേറ്റം വിശുദ്ധനം നിർണയം മദ്യപനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും പറഞ്ഞില്ലേ, ബ്രഹ്മഹത്യ ചെയ്താലും മദ്യപാനം ചെയ്താലും സദ്യോവിമുക്തനം രാമജപത്തിനാൽ ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തെ ഒരാഗ്രഹം ഇല്ലെനിക്കേതുമേ ഭക്തി ഒഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദ ദയാനിധേ ത്വൽപാദ ഭക്തി മാർഗോപദേശം കൊണ്ടു മൽപാപമുൽപ്പാടായി ത്രിലോകീപദേ ശത്രുമധ്യസ്ഥമിത്രാദിഭേദശ്രമം ആ ഭേദഭാവനെ ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപതേ ത്വത്പാദ പത്മാവലോകനം കൊണ്ടെനിക്കുൽപ്പന്നമായിതു കേവലജ്ഞാനവും അങ്ങയുടെ പാദം ദർശിച്ചപ്പോൾ എനിക്ക് ജ്ഞാനം ലഭിച്ചു പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാം മായാപ്രഭാവം ജഗൽപതേ മായ കൊണ്ടാണ് എനിക്ക് ഈ പുത്രധാരാദി വിചാരങ്ങളൊക്കെ ഉണ്ടാവണത് ത്വത്പാദ പങ്കജത്തിങ്കരുറക്കേണമെപ്പോഴും ഉൾക്കമ്പനിക്കൂ രമാപതേ ത്വന്നാമ സങ്കീർത്തന പ്രിയയാകേണം എന്നുടെ ജിഹ്വ സദാ നാണമെന്നിയേ നാമം ജപിക്കാൻ സാധിക്കണമെന്ന് എൻ്റെ നാവിന് ത്വച്ചരണാംഭോരുഹങ്ങളിലെപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ എൻ്റെ എല്ലാ അംഗങ്ങളെ നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം. ഏകദേശം കുറച്ച് അധികം പറഞ്ഞു. മറ്റുള്ള എല്ലാ അംഗങ്ങളിലും
തീർത്ഥം ഉണ്ടാവണം, എൻ്റെ പിന്നെ തല കൊണ്ട് നമിക്കണം എന്നേ പറഞ്ഞുള്ളൂ. ഇത് വേറെ വേറെ പറയണു. കണ്ടോ, നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം, കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരേണം സദാ നിന്നുടെ ചാരുചരീതം ധരാപതേ, മച്ചരണദ്വയം സഞ്ചരിച്ചിടണം അച്യുത ക്ഷേത്രങ്ങൾ തോറും രഘുപതേ. എൻ്റെ കാല് അച്യുത ക്ഷേത്രങ്ങളിലേക്ക് പോട്ടെ. ത്വൽപാദപാംസു തീർത്ഥങ്ങളേൽക്കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപതേ, ഭക്ത്യാ നമസ്കരിക്കായി വരേണം മുഹു ഉത്തമാംഗം കൊണ്ടു നിത്യം ഭവൽപദം. ഉത്തമാംഗം ശിരസ്സുകൊണ്ട് എനിക്ക് നമസ്കരിക്കാൻ സാധിക്കണം. ഇത്തം പുകഴ്ന്ന സുഗ്രീവനേ രാഘവൻ ചിത്തം കുളുത്തു പിടിച്ചു പുൽകീടിനാൻ, അംഗസംഗം കൊണ്ടു കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ, മായയാ തത്ര മോഹിപ്പിച്ചിതന്നേരം കാര്യസിദ്ധിക്കു കരുണാജലാനിധി എന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിർത്തിയത് കേട്ടോ. പിന്നെയാണ് ബാലി സുഗ്രീവത്തിലേക്ക് പോണത്. അപ്പോൾ പിന്നെന്താണ്, സുഗ്രീവനെ ശരിക്കും പറയാച്ചാൽ ഭഗവാനെ കണ്ടപ്പോഴത്തേക്കും ജ്ഞാനോദിച്ചു. അപ്പോൾ ബാലിയെ കൊല്ലാനായിട്ടാണ് ഇപ്പോൾ സന്ധി ചെയ്യണത്. അതൊന്നും ആ ആഗ്രഹമൊക്കെ ഇല്ലതേ. പക്ഷേ ഇനിയിപ്പോൾ എന്താ, ശ്രീരാമൻ എന്താ അറിയോ, കുറച്ച് മായ ആദ്യം പ്രയോഗിക്കും. എന്നാലേ ഇപ്പോൾ സുഗ്രീവൻ യുദ്ധത്തിനൊക്കെ പോവുള്ളൂ. എന്നാലല്ലേ ബാലിയെ കൊന്നിട്ട് സീതയെ വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ അവനവൻ്റെ കാര്യസാധ്യത്തിനും കൂടിയും പിന്നെയും മായ പ്രയോഗിക്കാൻ പോവുകയാണ് സുഗ്രീവനെ. എന്നിട്ട് സുഗ്രീവന് ശത്രു എന്നുള്ള ബോധം ആദ്യം ഉണ്ടാക്കി യുദ്ധം ചെയ്യിപ്പിച്ച് അങ്ങനെ അതൊക്കെ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ 2ാം സർഗത്തിലേക്ക്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. 1ാം സർഗം കഴിഞ്ഞു കിഷ്കിന്ധാകാണ്ഡത്തിലത്തെ. നാളെ നമുക്ക് 2ാം സർഗത്തിലേക്ക് പ്രവേശിക്കാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.